ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് കഴിഞ്ഞ വീക്കെൻഡ് എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. ദിവാലി ആയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ചെറിയൊരു ഷോപ്പിങ്ങും പിന്നെ ഞായറാഴ്ചത്തെ കുറച്ച് കുക്കിങ്ങും. അപ്പോൾ ഞാൻ ശനി ഞായറും ഫുള്ള് വ്ളോഗ് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ വെള്ളിയാഴ്ച വൈകിട്ടാണ് നമ്മൾ ഈ ദിവാലിയുടെ പൂത്തിരിയൊക്കെ കത്തിച്ചത്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കിടക്കാൻ ലേറ്റായി. അപ്പം എല്ലാവരും ശനിയാഴ്ച ഇടന്ന് എല്ലാവരും എഴുന്നേറ്റപ്പോഴും താമസിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് ശനിയാഴ്ച അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തു പോയി, ഞാനും ഹസ്ബൻഡും മാത്രം. ബൈ ബൈ. കിച്ചണിലേക്ക് എനിക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. കുറച്ച് കണ്ടെയ്നേഴ്സ് ഒക്കെ കേട്ടോ, സാധനങ്ങൾ ഇട്ട് വയ്ക്കുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കേശവസരത്ത് ബിഗ് ബസാറിലാണ് പോയത്. സാധാരണ ഞാൻ ബിഗ് ബസാറിൽ നിന്നാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുക. കാരണം എന്തെങ്കിലുമൊക്കെ ഓഫർ ഡിസ്കൗണ്ട് ഉണ്ടാവും, അതുപോലെ തന്നെ കുറച്ചധികം കളക്ഷനും ഉണ്ട്. പക്ഷെ ഇവിടെ വളരെ കുറവായിരുന്നു കേട്ടോ സാധനങ്ങൾ. കുറച്ച് സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും കണ്ടില്ല. ഒരു നോൺ സ്റ്റിക്ക് പാൻ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, കടായി പോലെ, ചെറിയൊരു കടായി. പക്ഷെ അതും ഉണ്ടായിരുന്നില്ല. ആകെ ഈ ഒരു പാത്രം മാത്രമാണ് ഉണ്ടായിരുന്നത്, വേറെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം ഇല്ലായിരുന്നു. സാധാരണ ഞാൻ ഇങ്ങനത്തെ ഒട്ടുമിക്ക സാധനങ്ങളും ഞാൻ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. കാരണം ഒരു കടയിൽ കയറുമ്പോൾ തന്നെ നമുക്ക് എല്ലാം എടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് വരാറുള്ളത്. പിന്നെ സാധനങ്ങൾ ഇട്ട് വയ്ക്കാനായാലും ഇവിടെ ഈ ഗ്ലാസ് ബോട്ടിൽസ് ഉണ്ടല്ലോ, അത് നോക്കിയാണ് ഞാൻ വന്നത്. എപ്പോഴും നിറയെ കളക്ഷൻ ഉണ്ടാവാറുണ്ട്, പക്ഷെ കണ്ടോ ഇത്തവണ വളരെ കുറവാണ്. വലിയ ഇതുപോലത്തെ കുപ്പികളേ ഉള്ളൂ, അല്ലാതെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്നതൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ ഒത്തിരി സമയം പിന്നെ അവിടെ നിന്നില്ല. കുറച്ച് ചെറിയ സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് അപ്പോൾ തന്നെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടുന്ന് ഞങ്ങൾ കണിയാപുരത്തുള്ള കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിൽ പോയി. ഇത് അത്യാവശ്യം നല്ല വലിയൊരു കടയാണ് കേട്ടോ. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഗ്രോസറി ആയാലും നമുക്ക് എല്ലാം കിട്ടും. അപ്പോൾ അങ്ങോട്ട് പോയി. ഇവിടെ കടയിലെ ഉള്ളിൽ ഞാൻ അധികം വീഡിയോസ് എടുത്തില്ല കേട്ടോ. കാരണം എല്ലാവരും പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തില്ല. അത്യാവശ്യം നല്ല വലിയ കടയാണ്, അപ്പോൾ നമുക്കങ്ങനെ തിക്കി തിരക്കി നിൽക്കേണ്ട കാര്യമില്ല. ഒത്തിരി സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രിയായി വീട്ടിലെത്തിയപ്പോൾ 7-7:30 ആയി. എവിടെ ഫ്ലവർ ചിഞ്ചു തന്നതാണോ? വന്നു കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ രാത്രിത്തേക്കുള്ള ഡിന്നർ ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം നല്ല വിശപ്പായിരുന്നു. ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്നത് കൊണ്ട് കറക്റ്റ് സമയത്ത് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര വിശപ്പാണ്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഡിന്നർ ഉണ്ടാക്കി. ഇന്ന് ഓട്സും ചിക്കനും വെജിറ്റബിൾസും വെച്ചിട്ടുള്ള സൂപ്പാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണ് കേട്ടോ ഇത്. ഓട്സ് ചേർത്തുണ്ടാക്കുന്നതായതുകൊണ്ട് സൂപ്പ് കുറുകി വരാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ കോൺഫ്ലോറോ അങ്ങനെ ഒന്നും ചേർക്കേണ്ട, മൈദയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഓട്സ് വേവുമ്പോൾ തന്നെ സൂപ്പ് നല്ലതായിട്ട് കുറുകി വരും. പിന്നെ നിറയെ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡിന്നർ. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് പിന്നെ തലേദിവസം വാങ്ങിച്ച കുറച്ച് പൂത്തിരിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ രണ്ടുപേരും കൂടി അതൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ഇന്ന് വാങ്ങിച്ചത് ഇതൊക്കെയാണ് കേട്ടോ. ബിഗ് ബസാറിൽ നിന്ന് കുറച്ച് സാധനം എടുത്തുള്ളൂ. ഇതുപോലെ കുഞ്ഞ് സ്റ്റീൽ ബൗള് വേണമായിരുന്നു, അപ്പോൾ അതൊരു 6 എടുത്തു. പിന്നെ കിച്ചൺ ടവൽ, നല്ല കോട്ടൺ കിച്ചൺ ടവൽ ഉണ്ടല്ലോ, അതൊരു 6. ഇത് ഞാൻ എപ്പോഴും ബിഗ് ബസാറിൽ നിന്നാണ് സാധാരണ വാങ്ങിക്കുന്നത്. പിന്നെ കുന്നിൽ നിന്ന് ഞാൻ മെയിനായിട്ട് ഇതാണ് വാങ്ങിച്ചത്, ഒരു നോൺ സ്റ്റിക്ക് കടായി. എൻ്റെ ഈ ഒരു സൈസിലുള്ള കടായി ഇല്ലായിരുന്നു കേട്ടോ, നോൺ സ്റ്റിക്ക്. ചില സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നോൺ സ്റ്റിക്ക് തന്നെ ആവശ്യം വരും. അപ്പോൾ എൻ്റെ ഒരു വലിയ പാത്രം, ഒരു നോൺ സ്റ്റിക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന വലിയ സൈസിലുള്ളൊരു പാത്രവും പിന്നെ 2-3 ചെറിയ സോസ് പാനും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ അമ്മയുടെ പാന് വാങ്ങിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ചെറിയ ഒരു കടായി വാങ്ങിച്ചു. ഇത് പ്രസ്റ്റീജിൻ്റെ ആണ്. ഈ സ്റ്റോൺ ഡിസൈൻ, കല്ലിൻ്റെ ഡിസൈൻ വരുന്ന പോലെ ഒരെണ്ണം. ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്റ്റോൺ ഡിസൈനും പിന്നെ സ്റ്റീലിൻ്റെ ഒരു പിടിയൊക്കെ ഉള്ളതുകൊണ്ട് കാണാനും ഒരു നല്ല ഭംഗിയുണ്ട്. അധികം വിലയില്ല കേട്ടോ. എനിക്ക് അവിടെ 1600 രൂപയായിരുന്നു. എനിക്ക് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് 1300 രൂപയ്ക്കാണ് കിട്ടിയത്. ഞാൻ ആമസോണിൽ നോക്കിയപ്പം ഇതിൻ്റെ വില 1600 ആണ്. അതിൻ്റെ കൂടെ ഇതുപോലെ ഗ്ലാസിൻ്റെ ഒരു അടപ്പുണ്ട്. ഒത്തിരി വലിയ സൈസ് അല്ല കേട്ടോ, ഒരു മീഡിയം സൈസിലുള്ള പാനാണ്. ഒരു 3-4 പേർക്ക് ചിക്കനൊക്കെ റോസ്റ്റ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നോൺ സ്റ്റിക്ക് പാൻ. പിന്നെ ഒരു പ്ലേറ്റ് സെറ്റ്, 6 എണ്ണത്തിൻ്റെ ഒരു പ്ലേറ്റ് സെറ്റാണ് വാങ്ങിയത്. ഇതും വിലക്കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. 850 രൂപയായിരുന്നു ഇതിൻ്റെ വില. എനിക്ക് ആ ഡിസൈനും ഒക്കെ നല്ല ഇഷ്ടമായി. പിന്നെ ക്വാളിറ്റി ആയാലും നല്ലതാണ്. ഒപ്പാലയുടെ ആണല്ലോ, അപ്പോൾ നല്ല ക്വാളിറ്റി ആയിരുന്നു. സാധാരണ കാണുന്നതിനേക്കാളും കുറച്ച് റേറ്റ് കുറവായിട്ടാണ് തോന്നിയത്. അപ്പോൾ പിന്നെ ഒരു ഫ്രൈയിങ് പാനും വാങ്ങി. ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രൈയിങ് പാന് 2 വർഷമായി വാങ്ങിച്ചിട്ട്, അപ്പോൾ അതിൻ്റെ കോട്ടിങ് പോയി തുടങ്ങി. അപ്പോൾ അതിനായിട്ട് ഒരെണ്ണം വാങ്ങിച്ചു. അത്യാവശ്യം ഇതുപോലെ ഒരു ഫ്രൈയിങ് പാനും ഒരു നോൺ സ്റ്റിക്ക് കടായി ഒക്കെ ഉള്ളത് നല്ലതാണ് കേട്ടോ. നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ചില സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് വേണ്ടി വരും. ഓക്കെ. പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് പാത്രങ്ങൾ. ഇത് മീനിട്ട് വെക്കാനായിട്ട് വാങ്ങിയതാണ്, ഫ്രീസറിൽ വെക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ സിപ്ലോ കവറിലിട്ടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പിന്നെ ഉണക്കി ആ കവർ പിന്നെ ഡ്രൈ ആക്കി വെള്ളം ഈർപ്പം മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് മഴയൊക്കെ ഉള്ള സമയത്ത്. അപ്പം അതുകൊണ്ട് അതിട്ട് വെക്കാനായിട്ട് കുറച്ച് പാത്രങ്ങൾ. ഇതൊക്കെ കണ്ടില്ലേ, 50% ഓഫൊക്കെ ആയിരുന്നു. അപ്പം എല്ലാം കൂടി നല്ലൊരു, ആ കടയിൽ എനിക്ക് നല്ല റേറ്റ് ഡിസ്കൗണ്ട് ഉള്ളതായിട്ടാണ് തോന്നിയത്. പിന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസും ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ നിന്നും എനിക്ക് ഗ്ലാസ് ബോട്ടിൽസ് ഒന്നും കിട്ടിയില്ല. ഞാൻ അത് നോക്കിയായിരുന്നു മെയിനായിട്ടും പോയത്. അപ്പോൾ ഞായറാഴ്ച രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ചെറുപയർ ദോശയാണ്. അപ്പോൾ അതിനുള്ള ചെറുപയറും പരിപ്പും ഒക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഞാനൊരു ബൗളിലോട്ട് 1 കപ്പ് ചെറുപയർ എടുക്കുവാണ്. അതിൻ്റെ കൂടെ 1/2 കപ്പ് ഇതുപോലെ ചുവന്ന ദാൽ, അതായത് മസൂർ ദാൽ അല്ലെങ്കിൽ തോരൻ പരിപ്പ്, നമ്മൾ സാമ്പാർ പരിപ്പില്ലേ, അതെടുക്കാം. അപ്പം 1/2 കപ്പ് പരിപ്പ്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ഇഡ്ഡലി റൈസ് അല്ലെങ്കിൽ പച്ചരി. അപ്പോൾ 1 കപ്പ് ചെറുപയർ, 1/2 കപ്പ് പരിപ്പ്, 1/2 കപ്പ് പച്ചരി. ഇത് മൂന്നും നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ നന്നായിട്ട് കുതിർന്നിരിക്കും. ഇത് ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. രാവിലെ 1 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ചെറുപയർ ദോശയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി, ക്യാരറ്റും സവോള എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 15 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. 2 ക്യാരറ്റ്, 2 സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ദോശ നിങ്ങൾക്ക് ഈ സവോളയും ക്യാരറ്റും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാം. ഞാൻ ഈ ഊത്തപ്പത്തിനൊക്കെ ഇടുന്ന പോലെ ദോശയുടെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ സവോളയും ക്യാരറ്റും ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതില്ലാതെ പ്ലെയിൻ ദോശയായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ അത് ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഈ സവോളയൊക്കെ ഇടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ക്യാരറ്റ് എപ്പോഴും ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഒത്തിരി സമയം ഇത് വേവിക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അങ്ങ് വാടി കിട്ടാനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താൽ അതാണ് നല്ലത്. അപ്പോൾ നമ്മളിത് തലേദിവസം കുതിർത്ത് വെച്ച പരിപ്പും പയറും ഒക്കെയാണ്. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. ഒരുമിച്ച് തന്നെ ഇടാം കേട്ടോ. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇത് കുതിർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചൊരു 10 അല്ലെങ്കിൽ 15 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം.
അപ്പോൾ ഇത് ദോശയ്ക്കുള്ള മാവ് റെഡിയായി. ഈ മാവ് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, അതായത് പുളിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. റെഡിയാക്കിയിട്ട് അപ്പം തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇത് ഞാനങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ഒരു ദിവസത്തേക്കുള്ള മാവ് മാത്രമേ ഞാൻ അരയ്ക്കാറുള്ളൂ. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഉള്ളിയും ഇഞ്ചിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് അപ്പം തന്നെ ഉണ്ടാക്കി ചുട്ടെടുക്കുന്നതാണ് നല്ലത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അരച്ചെടുത്ത് കഴിയുമ്പോൾ വെള്ളം വേണമെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഈ ദോശ എപ്പോഴും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ചൂടോടുകൂടി കഴിക്കുന്നതാണ് ടേസ്റ്റ്. ഒരുപാട് സമയം വെച്ച് തണുക്കാതെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആദ്യം ചട്നിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് ദോശ ചുട്ടെടുത്താൽ മതി. ഞാനിന്ന് ഇതിൻ്റെ കൂടെ വെള്ള ചട്നി, നമ്മൾ സാധാരണ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന വെള്ള ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ പാൻ ഒരു മീഡിയം ചൂടായി കഴിയുമ്പോൾ മാവ് ഒഴിച്ചിട്ട് കനം കുറച്ച് പരത്തിയെടുക്കണം കേട്ടോ. നമ്മൾ ഈ തട്ടുദോശ എന്ന് ഉണ്ടാക്കുന്ന പോലെ കട്ടി കൂടിയ ദോശ ഉണ്ടാക്കരുത്. അതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കുന്നതാണ് ഇതിന് നല്ലത്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. പ്ലെയിൻ ദോശയാണ് ഇഷ്ടമെങ്കിൽ ഇതൊന്നും ചേർക്കണ്ട, അല്ലാതെയും ഉണ്ടാക്കാം. പക്ഷെ അതിൻ്റെ കൂടെ ആ സവോളയും ക്യാരറ്റും ഒക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതൊന്നും നമ്മൾ അധികം വേവിക്കുന്നില്ല, ജസ്റ്റ് ഈ ദോശ ഒന്ന് മുരിഞ്ഞു വരുന്നവരെ മാത്രമേ ഈ സവോളയൊക്കെ നമ്മൾ വേവിക്കുന്നുള്ളൂ. പിന്നെ അതിനകത്തൊരല്പം എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. എണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതേ ദോശ ആവശ്യത്തിന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. താഴെയൊക്കെ നല്ലൊരു ബ്രൗൺ കളറായി വരണം. അപ്പോൾ നമ്മുടെ ചെറുപയർ ദോശ റെഡി. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. നിങ്ങളത് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾക്കിടെ കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതാണ് സ്പെഷ്യൽ. ഇത് ഞണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പാട് ഇത് ക്ലീൻ ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ, അതിൻ്റെ വൃത്തിയാക്കി എടുക്കുന്നതാണ്. പക്ഷേ ഇത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് കുറേ സമയം എടുക്കും. ഒത്തിരി വലുതൊന്നും അല്ല കേട്ടോ, ഒരു മീഡിയം സൈസിലുള്ള ഞണ്ട്. അപ്പം അതിൻ്റെ കാലൊക്കെ മാത്രം ഒന്ന് മുറിച്ചെടുക്കണം. പിന്നെ ഇതിൻ്റെ നടുഭാഗം ഞാൻ രണ്ടായിട്ടൊന്ന് മുറിച്ച് ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഏകദേശം 3/4 കിലോയോളം ഞണ്ടാണ് കേട്ടോ. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു. പിന്നെ ഞാൻ കുറച്ച് ചിക്കനും കൂടി വെക്കുന്നുണ്ട്. അച്ഛന് ഞണ്ട് വലിയ ഇഷ്ടമില്ല, പിന്നെ കുട്ടികൾക്കും കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞണ്ട് റോസ്റ്റും ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ സവോള ഞാൻ ഫുഡ് പ്രോസസ്സറിൽ ഇട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം രണ്ടിനും കൂടി കുറച്ചധികം സവോള വേണം. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ പേര് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടനെ തന്നെ വീഡിയോ ചെയ്യാം കേട്ടോ. ഞാനും ഇത് ഒരുപാട് ദിവസമായിട്ടില്ല ഈ ഫുഡ് പ്രോസസ്സർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. മിക്സി വാങ്ങിച്ചിട്ട് ഏകദേശം 8 മാസമായി. പക്ഷേ ഈ ഇടയ്ക്കാണ് ഈ ഫുഡ് പ്രോസസ്സർ എടുക്കാൻ തുടങ്ങിയത്. പക്ഷേ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ഉപയോഗമുണ്ട്. പെട്ടെന്ന് നമുക്കെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സവോള അരിഞ്ഞെടുത്തു. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് ക്യാരറ്റ് തോരനും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഉള്ള ക്യാരറ്റും കൂടി ഒന്ന് ഇതിനകത്തിട്ട് തന്നെ അരിഞ്ഞെടുക്കുവാണ്.
സവോളയും ക്യാരറ്റൊക്കെ ഒരുമിച്ച് തന്നെ ഇടുന്നത്. പിന്നെ നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ ഞണ്ട് റോസ്റ്റിൻ്റെ വീഡിയോ റെസിപ്പി മാത്രമേ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുള്ളൂ കേട്ടോ. ചിക്കൻ കറിയൊക്കെ നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് പിന്നെ സ്പെഷ്യലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഒരു പാൻ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്കൊരു 3 വലിയ സവോള കനം കുറച്ച് അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ചിലർ കടുക് താളിക്കാറുണ്ട്, അതായത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടാണ് പിന്നെ സവോള ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിനകത്തേക്കൊരു 10-15 വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞതും, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, 1-2 പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഈ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. ആ മസാലയിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ വെന്ത വെളുത്തുള്ളി കിടക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. സവോള കുറച്ചൊന്ന് നിറം മാറി വരണം, നല്ലതായിട്ട് വഴണ്ട് ചെറുതായിട്ട് നിറം മാറി വരണം. സവോള ഇതുപോലെ നിറം മാറി തുടങ്ങുമ്പോൾ ഒരു 2 തക്കാളി നീളത്തിന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ട് വെന്ത് വരട്ടെ. തക്കാളിയും വെന്ത് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ, 1 അല്ലെങ്കിൽ 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ പൊടികളുടെ അളവ് ശ്രദ്ധിച്ച് ചേർക്കണം കേട്ടോ. ഞണ്ടിൽ ഒരുപാട് എരിവ് പിടിക്കത്തില്ല, അപ്പം അതുകൊണ്ട് ഒത്തിരി മസാല ചേർക്കാതെ നോക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ഗരം മസാലപ്പൊടി. ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെ ആ ഒരു പച്ചപ്പ് നന്നായിട്ട് മാറി വരണം. പൊടികളുടെ പച്ചപ്പൊക്കെ മാറി ഇത് കണ്ടോ നല്ലൊരു ബ്രൗൺ കളറിൽ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ എടുത്തു വെച്ച ഞണ്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/4 കിലോയോളം ഞണ്ട് വരും. കുറച്ച് ഉപ്പും കൂടി ഇടാം. ഇപ്പോൾ കുറച്ച് ഇട്ടാൽ മതി. ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് ഇതുപോലെ ഒരു ചെറിയ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് വേവിച്ചാൽ മതി. കുറച്ചും കൂടി ഞാനിതിപ്പോൾ റോസ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ചു വയ്ക്കാം. ചിക്കൻ കറി ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ റെസിപ്പി പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇടയ്ക്ക് ഞണ്ട് ഒന്ന് ഇളക്കി വെക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കാൻ മറക്കരുത്. എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചാൽ മതി. വെള്ളം വറ്റിപ്പോവാതെ നോക്കണം. കുറച്ച് വെള്ളം ഞണ്ടെന്നും വരും. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത്രയും സമയം കുക്ക് ചെയ്താൽ മതി. കുറച്ചും കൂടി ലൂസായിരിക്കുന്ന രീതിയിൽ കുക്ക് ചെയ്യാം. ചിക്കൻ കറിയും റെഡി, ക്യാരറ്റ് തോരനും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഊണ്. ഊണൊക്കെ കഴിഞ്ഞ് അമ്മ എൻ്റെ പച്ചക്കറികളിലൊക്കെ വെള്ളീച്ച വരുന്നതിന് എന്തൊക്കെയോ ട്രിക്കൊക്കെ ചെയ്യാണ് കേട്ടോ. എനിക്കറിയത്തില്ല, എന്തോ മഞ്ഞ പേപ്പറിൽ വേപ്പെണ്ണ ഒക്കെ തേച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് അച്ഛനും അമ്മയും തിരിച്ചു പോയി. ഇതായിരുന്നു ഞങ്ങളുടെ വീക്കെൻഡ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഡിയർ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.